നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതായത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ജസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ട്സിലോട്ട് കടന്നിട്ടില്ല. സ്റ്റിൽ നമ്മൾ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്സിൽ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തിയറി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ജസ്റ്റ് ഉദ്ദേശിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസും ചില റൂൾസും കൺവെൻഷൻസും ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈസ് ഗ്യാപ്. തിയറി എന്ന് പറയുമ്പോൾ അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ ഒരു ആക്രോണിം ആണ് ഓർക്കേണ്ടത്. അതാണ് GAAP ഗ്യാപ്. ഇനി ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ കോമൺ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില അക്കൗണ്ടിംഗ് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാപ് എന്ന് പറയുന്നത്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. നമുക്കറിയാം നമ്മളിപ്പം ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളെയാണ് നമുക്ക് ഈക്വൽ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഇപ്പോൾ ഒരു സെക്കൻഡ് ക്ലാസ് CBSE പഠിക്കുന്നു, ഇനി വേറൊരു കുട്ടി 10th ക്ലാസ്സിന്റെ സ്റ്റേറ്റിൽ പഠിക്കുന്നു. ഇവർ രണ്ടുപേരെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇനി നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ക്ലാസ് CBSE പഠിക്കുന്ന ഒരു കുട്ടിയും ഇനി വേറൊരു സ്കൂളിൽ സെക്കൻഡ് ക്ലാസ് CBSE പഠിക്കുന്ന ഒരു കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്കത് കറക്റ്റ് ആണ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് 10th സ്റ്റേറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഇനി വേറെ സ്കൂളിൽ 10th സ്റ്റേറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിയും വെച്ച് കമ്പയർ ചെയ്യുന്നതായിരിക്കും ഈക്വൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത് ആസ്പെക്ടുകൾ. അപ്പോൾ ഇവിടെയും എന്താണ്, സെയിം സിറ്റുവേഷൻ ആണ്. നമ്മുടെ കമ്പനി A എന്ന് പറയുന്ന കമ്പനിയാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം നമ്മൾ ഒരു രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് പോവാണ്. ഇനി കമ്പനി ബിയുടെ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പനി ബി റെക്കോർഡ് ചെയ്യുന്നത് വേറെ രീതിയിലാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് പോസിബിൾ ആണോ? ശരിക്കും ഈ ഒരു കമ്പാരിസൺ ഈക്വൽ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഇതിൻ്റെതായ ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിന്ന് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് കോൺസെപ്റ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, നമുക്കത് പ്രോപ്പറായിട്ട് രണ്ട് സിസ്റ്റവും ഒരേപോലെ തന്നെ മൂവ് ചെയ്യുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. രണ്ട് കമ്പനീസും ഒരേപോലത്തെ രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കമ്പാരിസൺ ഈസി ആവുന്നത്, കമ്പനി എയും കമ്പനി ബിയും. അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ ആ ഒരു റൂൾസ് പുറപ്പെടുവിക്കുന്നതാണ് AICPA. അപ്പോൾ AICPയുടെ പ്രിൻസിപ്പിൾസ് പറയുന്ന പ്രകാരം എന്താണ്, ഈ എല്ലാ കമ്പനീസും നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ ആയിക്കോട്ടെ എവിടെ അക്കൗണ്ട്സ് ചെയ്താൽ പോലും അവർ കോമൺ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഫോളോ ചെയ്യാൻ ബാധ്യതരാണ് അവർ. അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്ക് ഇന്ന റൂള്, നിന്റെ കമ്പനിക്ക് ഇന്ന റൂള്, അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് വെച്ചാൽ കോമൺ സെറ്റ് ഓഫ് റൂൾസ് ആണ് ഗ്യാപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ റൂൾസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഇനി ഈ റൂൾസിനെ പറ്റി പഠിക്കാൻ നേരത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ കുറേ കോൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് കൊടുത്തിരിക്കുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഈ ഒരു റൂളിൽ പറയുന്ന വേറെ ഒന്നുമല്ല, ജസ്റ്റ് ചുരുക്കി പറയാണ്. അതായത് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്, അതായത് ബിസിനസ് എൻറ്റിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലെ. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഓണേഴ്സിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഇപ്പം ഇയാൾ തന്നെ ഫണ്ട് മുടക്കി ഇട്ട ബിസിനസ് അല്ലേ ഇത് എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ എന്നാൽ പോലും ഇവർ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് ബിസിനസിന്റെ ഓണർ ഒരു 1 lakh rupees ഇതിലോട്ട് മുടക്കി. ഇപ്പോൾ 1 lakh rupees ഇട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ബിസിനസിന് ഫണ്ട് ചെയ്ത ആരാണ്, ബിസിനസിന്റെ ഓണർ തന്നെയാണ്. ബിസിനസിന്റെ ഓണർ 1 lakh rupees മുടക്കി ബിസിനസ് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ പോലും ഇത് ഇൻഡിവിജ്വൽ 1ഉം ഇത് ഇൻഡിവിജ്വൽ 2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, വേറൊരാൾക്ക് നമ്മൾ പൈസ കൊടുത്തതിന് തുല്യമാണിത്. മനസ്സിലായില്ലേ? അതായത് കമ്പനി എപ്പോൾ അടച്ചു പൂട്ടി പോകുന്നു അന്നേരം ഈ പൈസ 1 lakh rupees അതേപോലെ അതിന്റെ ഇൻട്രസ്റ്റ് സഹിതവും ഇതിന് ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ലയബിലിറ്റി എന്തിനുണ്ട്, ഈ കമ്പനിക്ക് ഉണ്ട്. അപ്പം ആദ്യമേ മുടക്കുന്ന ഒരു ഫണ്ടിനെ നമ്മൾ വിളിച്ചായിരുന്ന ഒരു പേരാണ് ക്യാപിറ്റൽ. ബിസിനസിന്റെ ഓണർ ക്യാപിറ്റൽ കൊടുത്ത് ബിസിനസ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് തുടങ്ങാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി ബിസിനസ് എപ്പോൾ അടച്ചു പൂട്ടി പോകുന്നു അന്നേരം ഈ പറയുന്ന ക്യാപിറ്റൽ തുക ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു കൊടുക്കാൻ ബാധ്യത ഉണ്ട്. ഇപ്പം എന്റെ ബിസിനസ് അല്ലേ അത് പൂട്ടിപ്പോയാൽ എന്താ, ഇതൊന്നുമല്ല. പക്ഷെ നമുക്ക് അതിൽ നിന്ന് കിട്ടണം, നമ്മുടെ ക്യാപിറ്റലെങ്കിലും കിട്ടണം. ഇനി നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ പറഞ്ഞു, ഒരു ഇൻഡിവിജ്വൽ ഇയാളുടെ കമ്പനിയാണെന്ന് പറഞ്ഞു, കമ്പനി A എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു അസറ്റ് മേടിക്കാന്ന് വെച്ചോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അസറ്റ്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെഷീനറി മേടിച്ചു എന്ന് വെച്ചു. അടുത്ത എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ നമ്പർ 2 ആണ് പറയുന്നത്. അതായത് നമ്മളൊരു മെഷീനറി മേടിച്ചു. അപ്പം നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ആ ഒരു കമ്പനിയുടെ ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ്സും ഇയാളുടെ കമ്പനിയും രണ്ടും രണ്ട് വ്യക്തികളാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു മെഷീനറി മേടിച്ചാൽ അത് നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പേരിൽ നമ്മൾ അതിനെ ബില്ല് ചെയ്യും. ഇനി നമ്മൾ കമ്പനിയുടെ പേരിലാണെങ്കിൽ പേഴ്സണൽ പേര് വെച്ച് ചെയ്യുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, ബില്ല് എഴുതുന്നത് കമ്പനിയുടെ നെയിമിലായിരിക്കും. കമ്പനി എന്റെ സൈനും സീലും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കരാറിൽ ഒപ്പിടുന്നത്. ഇനി ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യത്തിലും, അസറ്റ്സ് മേടിക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ലൈബിലിറ്റീസ് കൊടുക്കുന്ന കാര്യത്തിലും എല്ലാം ഈ പേഴ്സണിന്, ഈ വ്യക്തിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുകയില്ല. അതേ സ്ഥലത്ത് കമ്പനി ആയിട്ടാണ് നമ്മൾ കരാർ ഒപ്പുവെക്കുന്നതെങ്കിൽ കമ്പനി ആയിട്ട് മാത്രമായിരിക്കും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുക. അപ്പോൾ അതാണ് ആദ്യത്തെ കോൺസെപ്റ്റ് ആയ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സെക്കൻഡ് വൺ ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. നമുക്കറിയാം ഈ പേരിൽ തന്നെയുണ്ട് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്, ഓൺലി മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതായത് മോണിറ്ററി വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഒരു ബിസിനസ്സിന്റെ പല കാര്യങ്ങൾ ഇപ്പോൾ നടക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഇടുകയാണെങ്കിൽ അവിടെ ചിലപ്പം ഒരു എംപ്ലോയി എന്താണ്, അയാളുടെ ഒരു ഗുഡ് വർക്ക് അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു മോഷണം പോയതോ എന്തെങ്കിലും
അയാൾ പിടിച്ചു. അതെന്താണ്? അതൊരു ഗുഡ് വർക്കാണ്. പക്ഷെ അതിന് ശരിക്കും പറഞ്ഞാൽ മോണിറ്ററി വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യൂല. ഇനി അതേപോലെ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ റെന്റ് പേ ചെയ്തു. റെന്റ് പേ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കയ്യിൽ നിന്ന് പൈസ പോവുക ചെയ്തത്. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്, നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യണം. ഇനി അടുത്ത എന്താണ്? ഇനി നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുത്തു. സാലറി കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ പണം ഇടപാട് നടന്നോ? ഉണ്ട്. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ചെയ്തത്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതിനെയും റെക്കോർഡ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് സംഭവിച്ചത്? നമ്മളിപ്പോൾ ഒരു എംപ്ലോയിക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു. ഒരു എംപ്ലോയിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തു, അയാൾ നന്നായിട്ട് ജോലി ചെയ്തതിന്. ആ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു മോണിറ്ററി വാല്യൂ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യൂല. ഇനി അപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അയാൾക്ക് ഒരു ബോണസ് കൊടുത്തെങ്കിലോ, ഒരു 500 രൂപ എക്സ്ട്രാ നമ്മൾ അയാളുടെ വരുമാനം കൂട്ടി കൊടുത്തെങ്കിലോ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ട്രാൻസാക്ഷൻസിൽ എന്താണ്? പൈസ അല്ലെങ്കിൽ പൈസയുടെ മൂല്യം എവിടെ വരുന്നു, അങ്ങനത്തെ ട്രാൻസാക്ഷൻസിന് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അത് റിസീപ്റ്റ് ആവാം, വരുമാനങ്ങളാവാം, ഓർ പേയ്മെന്റ്സ് ആവാം, ചെലവുകളാവാം. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ കോൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാം. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് ഒരു ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഒരിക്കലും നമ്മളിപ്പോൾ ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു 5 വർഷത്തേക്ക് മാത്രമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ പോട്ടെ 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 100 വർഷത്തേക്ക് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യൂല. സാധാരണ അതിന്റെ ഒരു ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു ബിസിനസിന്റെ ലൈഫ് എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് എപ്പോഴാണ്? ബിസിനസിന്റെ ലൈഫ് തുടങ്ങുന്നത് അതിന്റെ ആ ഒരു എഗ്രിമെന്റ് ഒപ്പുവെക്കുമ്പോഴാണ്, ഒരു കോൺട്രാക്ട് ഒപ്പുവെക്കുമ്പോഴാണ് അതിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം സുനാമി വന്നു, അല്ലെങ്കിൽ പിന്നെ earthquake വന്നു, നമ്മുടെ കമ്പനിയുടെ കെട്ടിടം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, അതോടെ ബിസിനസ് പൊളിഞ്ഞു എന്നറിയാം നമുക്ക്. പക്ഷേ ബിസിനസിന്റെ ലൈഫ് തീർന്നോ? ഇല്ല, ബിസിനസിന്റെ ലൈഫ് തീർന്നിട്ടില്ല. ആ കമ്പനിയുടെ കെട്ടിടം പോവോ അല്ലെങ്കിൽ അതിന്റെ പാർട്ട്നേഴ്സ് പിരിഞ്ഞ് മരിച്ച് എന്തെങ്കിലുമൊക്കെ പോവോ ചെയ്ത് കഴിഞ്ഞാലും ബിസിനസിന്റെ ലൈഫിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് ഫോം ചെയ്ത പോലെ തന്നെ, എഗ്രിമെന്റ് വഴി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എഗ്രിമെന്റ് വഴി തന്നെ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ലൈഫ് ഫിനിഷ് ആക്കണം. അതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗോയിങ് കൺസേൺ. അതായത് ഒരു സ്ഥാപനത്തിന്റെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ ലൈഫ് എൻഡ് ആവുന്നത്. അല്ലാത്ത പക്ഷം ഒരു ബിസിനസിന്റെ ലൈഫ് എന്ന് പറയുമ്പം ഇറ്റ് ഗോസ് ഓൺ ഫോർ എവർ എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ചാൽ നാലാമത്തെ കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് ഏതൊരു ഫിനാൻഷ്യൽ സ്ഥാപനമാണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും അവർ അക്കൗണ്ടിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്പെസിഫൈഡ് പീരിയഡിലോട്ടാണ്, അല്ലെ? ഇന്ന കാലം തൊട്ട് ഇന്ന സമയം വരെ എന്നുള്ള ഒരു ടൈം പീരിയഡിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. പ്രോഫിറ്റ്സ് ആയിക്കോട്ടെ, ലോസസ് ആയിക്കോട്ടെ, എക്സ്പെൻസസ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും എന്താണ് നമ്മൾ ഈ ഒരു പീരിയഡ് കണക്കാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ടിംഗ് പീരിയഡ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അക്കൗണ്ടിംഗ് പീരിയഡ് എന്ന് നമുക്ക് വിളിക്കാം. അതല്ല എങ്കിൽ നമുക്ക് വിളിക്കാം ഫിനാൻഷ്യൽ ഇയർ എന്ന് നമുക്ക് പറയാം. ഫിനാൻഷ്യൽ ഇയർ. ഇനി നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഒരു സാധാ വർഷം തുടങ്ങുന്നത് എപ്പോഴാണ്? ജാനുവരി 1 നമ്മൾ തുടങ്ങുന്നത്, അല്ലെ? ന്യൂ ഇയർ ഒക്കെ തുടങ്ങി ആഘോഷിച്ച് നമ്മൾ തുടങ്ങുന്നു. പിന്നെ 31 ഡിസംബറിലോട്ട് വെയിറ്റ് ചെയ്യുന്നു എൻഡാവാൻ വേണ്ടിയിട്ട്. ഇതാണ് പൊതുവെ ഉള്ള ഒരു വർഷം. പക്ഷെ നമ്മുടെ അക്കൗണ്ട്സുകാർക്ക് എങ്ങനെയാണ് വരേണ്ടത്? നമ്മുടെ അക്കൗണ്ട്സുകാരുടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുന്നത് 1st ഏപ്രിലാണ്. 1st ഏപ്രിൽ ടു 31st മാർച്ച് ആണ് നമുക്ക് നമ്മുടെ ഒരു ശരാശരി അക്കൗണ്ടിംഗ് പീരിയഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതും ഒരു സ്പെസിഫിക് പീരിയഡ് ഉണ്ട്. 12 മന്ത്സിന്റെ തന്നെ ഒരു കാലയളവാണ് ഉള്ളത്. അപ്പം ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതെല്ലാം ഈ ഒരു പീരിയഡിന്റെ ബേസിലാണ്. അതായത് നമ്മളിപ്പോൾ 2024 നിൽക്കുമ്പോൾ 2024 വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ആ ഒരു ഫിനാൻഷ്യൽ പീരിയഡിൽ മാത്രമായിരിക്കും. 2025 നിൽക്കുമ്പോഴത്തേക്കും 2025 ട്രാൻസാക്ഷൻസ് മാത്രമാണ് ആ ഒരു ഫിനാൻഷ്യൽ പീരിയഡിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. സോ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി നെക്സ്റ്റ് ആണ്, അടുത്ത കോൺസെപ്റ്റ് ആണ്, അഞ്ചാമത്തെ കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് concept. The cost concept requires that all the assets are recorded in the books of accounts at their purchase price, which includes cost of acquisition, transportation, installation and making the asset ready to use. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ അസറ്റ്സ് നമ്മൾ മേടിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ്? ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ അസറ്റ് മേടിച്ചു. അസറ്റ് നമ്മൾ 1 lakh rupees-നാണ് മേടിച്ചത്. ഓക്കെ, നമ്മളൊരു 1 lakh rupees-ന് ഒരു അസറ്റ് മേടിച്ചു. അപ്പം അതിന്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇൻസ്റ്റാളേഷൻ ചാർജസ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10,000 rupees അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വന്നു. ഓക്കെ, പിന്നെ അതിന്റെ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് മെഷീനറി ഒക്കെ ആണെങ്കിൽ അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിംഗ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു 2000 രൂപയും കൂടി നമുക്ക് വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഏത് കോസ്റ്റ് ആയിരിക്കും നമ്മൾ എടുക്കുക? നമ്മുടെ മെഷീനറിയുടെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 1 lakh ആണ്, ഇൻസ്റ്റാളേഷൻ 10,000 ആണ്, സ്പെയർ പാർട്സിന്റെ ചാർജ് 2,000 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 lakh മാത്രമല്ല എടുക്കുന്നത്, മറിച്ച് കോസ്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഈ ഹോൾ മെഷീനറിയുടെ നമ്മൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടായ ചെലവാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എത്ര വരും? 1 lakh plus 10,000 plus 2,000, അതായത് 1,12,000 rupees ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കേണ്ടത് കോസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം. ഇനി അടുത്താണ് നമുക്ക് നോക്കാനുള്ളത് 6th പോയിന്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇനി ഇതിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഡ്യുവൽ സിം ഉള്ള ഫോൺ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പം അങ്ങനെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഡ്യുവൽ ക്യാം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡ്യുവൽ എന്ന് പറഞ്ഞ വാക്കൊരു പുതിയ വാക്കല്ല, അല്ലെ? വിച്ച് മീൻസ് 2, 2 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് പ്രൊവൈഡ്സ് ദ വെരി ബേസിസ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, ഒരു ശരാശരി ഒരു സ്മോൾ ട്രാൻസാക്ഷൻ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ 2 കോൺസെപ്റ്റ്, അതായത് 2 ബുക്സിലാണ് അതിനെ റെക്കോർഡ് ചെയ്യണം എന്ന് നമുക്ക് പറയുന്നത്. മിനിമം അതിനെ 2 ബുക്സിലെങ്കിലും റെക്കോർഡ് ചെയ്തിരിക്കണം. ഇനി ഒരു എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കടയിൽ നിന്ന് ഒരു സെയിൽസ് പോയി, ക്യാഷ് സെയിൽസ് റുപ്പീസ് 10,000 നമുക്ക് എടുക്കാം. 10,000 rupees-നാണ് ക്യാഷ് സെയിൽസ് നടന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതിന്റെ നമ്മൾ
ജേർണൽ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? നമുക്കറിയാം, നമ്മൾ ജേർണൽ എൻട്രിയിലൂടെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം മനസ്സിലാക്കുക. ഇതിന്റെ ജേർണൽ എൻട്രി നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മൾ എഴുതാൻ പോണത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000 ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോണത് അല്ലേ? ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെ നോക്കിക്കാൻ നമ്മൾ ഏതൊക്കെ 2 ബുക്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ടും ഉണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ടും ഉണ്ട്, സെയിൽസ് അക്കൗണ്ടും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നമ്മൾ എന്ത് കാണിക്കണം? ക്യാഷ് അക്കൗണ്ട് ഒക്കെ നമ്മൾ വരയ്ക്കുകയാണ്. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് കാണിക്കും? ടു സെയിൽസ് എന്ന് കാണിച്ചു. അപ്പൊ അത് ഒരു റെക്കോർഡിംഗ് കഴിഞ്ഞു, ഒരു ബുക്കിൽ അത് റെക്കോർഡ് ആയി. ഇവിടെ ടിക്കറ്റ് ഇട്ടേക്കാം. ഇനി അടുത്ത ഏത് ബുക്കാണ്? നമ്മൾ പറഞ്ഞു 2 ബുക്സ് വേണം, ബുക്ക് നമ്പർ 1ഉം ബുക്ക് നമ്പർ 2ഉം. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എന്തുണ്ട്? ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. ഇനി ഇവിടെ ഏതാണ് ഡെബിറ്റ്, ഇവിടെ ഏതാ ക്രെഡിറ്റ്? ഈ മുകളിൽ ഒരു ട്രാൻസാക്ഷന്റെ മേളിൽ കിടക്കുന്ന ഈ സാധനം അല്ലെങ്കിൽ മേളത്തെ ആ ഒരു എൻട്രീനെയാണ് ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇനി താഴത്തെ അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്, പക്ഷെ നമ്മൾ എഴുതാറില്ല. ഓക്കെ, നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് 10,000 അങ്ങനെ എഴുതാറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതും ടു സെയിൽസ് എന്ന് എഴുതും. ഇനി രണ്ടാമത്തെ ബുക്ക് ഏതാ? നമ്മുടെ സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും എഴുതുക? സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആസ്പെക്ട് ആയതുകൊണ്ട് സെയിൽസിന്റെ നമ്മൾ ഇവിടെ എഴുതും ബൈ ക്യാഷ് എന്ന് എഴുതും. ബൈ ക്യാഷ്. ഒന്നുകൂടി സമറൈസ് ചെയ്തേ, നമ്മുടെ ജേർണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ്. ഇവിടെ ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടും ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ടുമാണ്. ഇനി നമുക്ക് ഇത് മാത്രം പോരാ, നമുക്ക് 2 ബുക്സിലും എന്ത് ചെയ്യണം? എൻട്രി ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്നും വരും, സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്നും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത്? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 2 ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, ബുക്ക് നമ്പർ 1 ബുക്ക് നമ്പർ 2. അപ്പൊ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ മിനിമം 2 ബുക്സിലെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് 2 ബുക്സ് മാത്രമല്ല, അതിലുപരി അതായത് അതിൽ കൂടുതൽ വരുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാലക്രമേണ ഓരോ ക്വസ്റ്റൻസ് ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്താണ് നമുക്ക് ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ്. അതായത് അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഒരു ബേസിക് ഇക്വേഷൻ മനസ്സിലാക്കുക. ALC എന്ന് പഠിച്ചെടുക്കുക. ALC, A ഈക്വൽസ് L പ്ലസ് C എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് 3 എന്ന് പറയുമ്പോൾ എന്താണ്? 2 പ്ലസ് 1 ആണ് 3 എന്ന് പറയാം. ഓക്കെ, ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, ബിക്കോസ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ കൂടുതൽ ക്വസ്റ്റൻസ് വരാറില്ല, പക്ഷെ എന്നാൽ പോലും വരുന്ന ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിരിക്കും. അപ്പോൾ അത് വിട്ട് കളയാൻ പാടില്ല. അപ്പോൾ ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലിസ്ട്രേഷൻ ഇവിടെ തരാം. അതായത് 3 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം 2 പ്ലസ് 1 ആണ് 3 അല്ലേ? ഇനി നമുക്ക് ഇതിനെ തന്നെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 3 മൈനസ് 1 എന്ന് ഇട്ടാലോ അല്ലേ? 3 എന്ന് പറയുന്നത് 2 പ്ലസ് 1 ആണെന്നറിയാം. ഇനി 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? അത് 2 ആണെന്ന് നമുക്കറിയാം അല്ലേ? ഈ 1നെ ഇപ്പുറത്തോട്ട് മാറ്റിയപ്പോൾ എന്തായി മാറി? പ്ലസ് എന്നുള്ളത് മൈനസ് ആയി മാറി. പിന്നെ ഇതെന്ന് വെച്ചാൽ ബേസിക് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അപ്പം നമ്മൾ തറോ ആവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ബേസിക്സ് ആയിട്ട് പഠിച്ചു തരുന്നത് കേട്ടോ. അപ്പം പ്ലസ് എന്നുള്ളത് മൈനസ് ആയി മാറി. ഇനി വേറെ ഏത് രീതിയിൽ നമുക്ക് കണക്കൂട്ടാം? നമുക്ക് വേണമെങ്കിൽ ഈ 2നെ അല്ലേ 3 മൈനസ് 2 വേണമെങ്കിൽ ഇടാം. അപ്പോൾ 3 ഇവിടെ ഇരിക്കുക. 2 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ, അവനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു മൈനസ് ആയി മാറും. 3 മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ കണ്ടില്ലേ, ഇക്വേഷൻ മാറി മാറി വരുന്നത് കണ്ടോ? അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ആകെ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സൈൻ ആണ്. പ്ലസ് എന്നുള്ളത് എവിടെ മൈനസ് ആവണം, മൈനസ് എന്നുള്ളത് എപ്പോൾ പ്ലസ് ആവണം, ഇതെല്ലാം നമ്മൾ ആലോചിച്ച് പെറുക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ വരിക. അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ ഇത്രയും കോൺസെപ്റ്റ് ആണുള്ളത്, 3 കോൺസെപ്റ്റ്: അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇടാൻ പറ്റണം. അതായത് അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം ഈ ലയബിലിറ്റീസ് പോസിറ്റീവ് ആണ്, അപ്പോൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആയി മാറി. അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തായി വരും? ക്യാപിറ്റൽ ആയി മാറും. ഓക്കെ, ഇനി അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ ആണെങ്കിലോ? ക്യാപിറ്റൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റനിൽ എന്ത് തന്നിരിക്കുന്നു, നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നു, അതനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് തിരിച്ചും മറിച്ചും അപ്ലൈ ചെയ്യാൻ പറ്റണം. അസറ്റ്സ് ഈക്വൽ ടു L പ്ലസ് C എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമ്മളോട് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഈ ഇക്വേഷനെ നേരെ നമ്മൾ മോൾഡ് ചെയ്തിടുക. ഇനി ലൈബിലിറ്റീസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ളത് 7ാമത്തെ കോൺസെപ്റ്റ് ആണ്, അതായത് റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ കോൺസെപ്റ്റ് പ്രകാരം പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇറ്റ് ഇസ് ടേംഡ് ആസ് ദ കോൺസെപ്റ്റ് ഓഫ് റവന്യൂ റെക്കഗ്നീഷൻ റിക്വയർസ് ദാറ്റ് ദ റവന്യൂ ഫോർ എ ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓൺലി വെൻ ഇറ്റ് ഇസ് റിയലൈസ്ഡ്. അതായത് നമുക്ക് നമ്മുടെ റവന്യൂ എന്ന് പറയുമ്പോൾ അത് എപ്പോൾ റിയലൈസ് ചെയ്യുന്നു അന്നേരം മാത്രമാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ ഒരു എക്സാമ്പിളിന്റെ സഹായത്തോടെ പഠിക്കാം. നമുക്കിപ്പം ഒരു ഇൻട്രസ്റ്റ്, ഓക്കെ, ബാങ്കിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുണ്ട്. ഇതൊരു ഇൻകം ആണെന്ന് ഓർത്തോണം. ഓക്കെ, സാധാരണ നമുക്ക് ഇത് കിട്ടാനുണ്ട്. അപ്പോൾ ഇത് കിട്ടേണ്ടത് ഏപ്രിലാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, ഏപ്രിലാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്തു? അത് മുൻകൂട്ടി നമുക്ക് മാർച്ചിൽ തന്നെ കിട്ടി. എന്ത് ചെയ്തു? മാർച്ചിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കറിയാം 1st April ഇപ്പം 2024 എടുക്കും. 1st April 2024 തൊട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നത് 31st March 2005 സോറി 2025 അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ കിട്ടേണ്ട ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മുൻകൂട്ടി ഒരു മാസം മുന്നേ കിട്ടുവാണ്, നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നു. പക്ഷെ നമ്മുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ നമ്മൾ എങ്ങനെ കാണിക്കണം? നമ്മൾ അതിനെ തീർച്ചയായും 2024, 2025 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അതായത് മുൻകൂട്ടി നമുക്ക് കിട്ടിയാൽ പോലും അത് എന്നാ ഡ്യൂ ആവുന്നത്, റിയലൈസ് ചെയ്യുന്നത് അത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ടൈമിലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഇൻകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി ഒരു എക്സാമ്പിൾ പറയാം. എക്സ്പെൻസസിന് എടുത്തുകൊണ്ട്, എക്സ്പെൻസസ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കാനുണ്ട്.
ഓക്കെ. അപ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കാനുള്ളത് ഡിസംബറിന്റെ സാലറിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസംബറിന്റെ സാലറി നമുക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഡിലേ ആയിപ്പോയി. അല്ലെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ ജാനുവരിയിലാണ് അയാൾക്ക് അയാളുടെ സാലറി പേ ചെയ്തത്. അപ്പം അത് ഏത് ഫിനാൻഷ്യൽ ഇയർ നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ആ സെയിം ഇയർ തന്നെയാണല്ലോ. ഇനി ഏത് മാസത്തിന്റെ അക്കൗണ്ട്സിൽ കാണിക്കണം അതിന്, ഡിസംബറിലായിരിക്കുമോ ജാനുവരിയിലായിരിക്കുമോ? തീർച്ചയായും ഡിസംബറിന്റെ സാലറി ഡിസംബറിൽ തന്നെ നമുക്കത് കാണിക്കണം. മനസ്സിലായില്ലേ? ഇനി ജാനുവരി എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ഡ്യൂ ഡേറ്റ് മാത്രമാണ്. സോറി, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നതല്ല, ഡ്യൂ ഡേറ്റ് ഡിസംബറും അതേപോലെ ജാനുവരി എന്ന് പറയുന്നത് പേയ്മെന്റിന്റെ ഡേറ്റ് മാത്രമാണ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇത് ചെറിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഒരു എക്സാമ്പിൾ കൂടി പറയുന്നത്. അതായത് ക്രെഡിറ്റ് സെയിൽസ്. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിൽസിന്റെ കാര്യം നമുക്ക് എടുക്കാം. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്ത് ചെയ്തു, നമ്മുടെ ഷോപ്പിൽ നിന്ന് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, സാധനം മേടിച്ചുകൊണ്ട് പോകുന്നു, സെയിൽസ് നടക്കുന്നു. പക്ഷേ അവർ പേയ്മെന്റ് പ്രോംപ്റ്റ് ആയിട്ട് നടത്തുന്നുണ്ടോ? ഇല്ല, പ്രോംപ്റ്റ് ആയിട്ട് നടത്തുന്നില്ല. അപ്പം സെയിൽസ് നടക്കുന്നത് ഫോർ എക്സാമ്പിൾ മാർച്ച് 2017 വിചാരിക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്വസ്റ്റൻ എടുക്കുന്നത്, അപ്പം സെയിൽസ് നടക്കുന്നത് മാർച്ച് 2017 അപ്പോൾ പൈസ കിട്ടേണ്ടി ഡ്യൂ എന്നാണ്, മാർച്ചിൽ തന്നെയാണ്, മാർച്ചിന്റെ അക്കൗണ്ട്സിലാണ് സാധാരണഗതിയിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുവാണ്, അവർ പേയ്മെന്റ് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവർ ഏപ്രിൽ എന്ത് ചെയ്യും, ഏപ്രിൽ 2017 പേ ചെയ്യും അല്ലെ. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താ, ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പറയുമ്പോൾ ഒരു കാര്യമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്, ഇത് രണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലെ. ഒരു മാസം കഴിഞ്ഞ് കിട്ടിയാലും കൊള്ളാം, എങ്ങനെ ആയാലും നമുക്ക് മാർച്ചിൽ കിട്ടേണ്ട സാധനം ഏപ്രിലാണ് നമുക്ക് അതിന്റെ പേയ്മെന്റ് അവർ തരുന്നത്. അപ്പോൾ അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളത് ഏത് അക്കൗണ്ട്സിൽ പെടുത്തും? ഇപ്പം ഏപ്രിൽ 2017 മാർച്ച് 2018 അക്കൗണ്ടിൽ വരുത്തുവോ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇതിനെ കണക്ക് കൂട്ടുവോ, അതോ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ അതിനെ കണക്ക് കൂട്ടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, അതായത് ഏതാണ്, 1st April 2016 തൊട്ട് 31st March 2017 വരെയുള്ള അക്കൗണ്ട്സിലായിരിക്കും നമ്മൾ ഇതിനെ രേഖപ്പെടുത്തുക. അതാണ് നമ്മുടെ റവന്യൂ റെക്കഗ്നീഷൻ കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത 8ാമത്തെ പോയിന്റ് ആണ് മാച്ചിങ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, ദ മാച്ചിങ് കോൺസെപ്റ്റ് emphasizes exactly on the aspect where revenues during the period are matched with the expenses in that accounting period. അതായത് ഒരു അക്കൗണ്ടിംഗ് പീരീഡ് നമ്മൾ പറഞ്ഞായിരുന്നു 1st April തൊട്ട് എന്താണ്, അടുത്ത വർഷം 31st March വരെ ഉള്ളതാണ് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ 2024 ഇതും എടുക്കാം നമുക്ക്. ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്, ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പൊ നമുക്കറിയാം ഇതിലത്തെ ഇൻകംസ്, അതായത് റവന്യൂസ്, വരുമാനം, അതുപോലെ തന്നെ എക്സ്പെൻസസ് എന്താവണം, മാച്ചിങ് ആവണം, അതായത് ഈക്വലൈസ് ആവണം എന്നാണ്. ഓൾറെഡി അറിയാം, the revenue is more than the expenses, സർപ്ലസും എക്സ്പെൻസസ് ഇൻകത്തിനേക്കാളും കൂടുതലാകുമ്പോഴത്തേക്കും ഡെഫിസിറ്റും ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അല്ലാത്ത പക്ഷം നമ്മുടെ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻകംസും എക്സ്പെൻസസും ഈക്വൽ ആവണം, മാച്ച് ആവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 9ാമത്തേതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സാധാരണ എന്താണ്, LIC, നമ്മൾ പോലീസുകാരോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം എന്താ ഇവിടെ പറഞ്ഞാൽ, പിന്നെ ഡോക്ടറിനോടും കള്ളം പറയരുതെന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സാധനം വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതിന്റെ അകത്ത് നമ്മൾക്ക് വരുന്ന ഇൻകംസ്, അതേപോലെ തന്നെ എക്സ്പെൻസസ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫുൾ ആൻഡ് ഫെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു മറവില്ലാണ്ട്, ഒരു കള്ളത്തരമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്താണ് 10ാമത്തെയാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് വെച്ചാൽ ഇവിടെ ദർ ഷുഡ് ബി കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇപ്പം 2010 ഫോം ചെയ്ത ഒരു കമ്പനിയാണെന്ന് വെച്ചോ, 2010 ഫോം ചെയ്ത കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരൊരു സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ബേസിക്സ് ഒക്കെ അറിയാവുന്നതായിരിക്കും, സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എക്സ്പേർട്ട് ഒക്കെ ആയി തോന്നുമ്പോഴത്തേക്കും നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇനി 3ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്തു, 2012 ആയപ്പോഴത്തേക്കും നമ്മൾ ഓർത്തു, ഓക്കെ സിംഗിൾ എൻട്രി തന്നെയായിരുന്നു നല്ലതെന്ന് വിചാരിച്ച് സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ വീണ്ടും അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു കുറേ കാലം പോയി കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൽക്കാലം കുറേ കാലം പോകേണ്ടി വരികയല്ലേ അല്ലേ. അപ്പം 2020 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ഓർക്കുന്നു, ഇല്ല ലോകം മുഴുവൻ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് നമ്മളും ഡബിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് മാറി. അപ്പം ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ? നോ, ദർ ഇസ് നോ കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പം നമ്മളോട് പറയുന്നത് എന്താണ്, ഈ ഒരു സിസ്റ്റം അങ്ങനെ ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഹോൾ ത്രൂ ഔട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ അത് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ കമ്പാരിസൺ ആണ്, ഇന്റർ ഫേം, രണ്ട് ഫേമിന്റെ അക്കൗണ്ട്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇന്റർ പീരിയഡ് കമ്പാരിസൺ നടക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫേം തമ്മിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പീരിയഡ്സ് തമ്മിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. 2010 2011 അക്കൗണ്ട്സ് രണ്ടും ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് കനോട്ട് ബി കമ്പയറബിൾ. ഈ 2011 2020 അക്കൗണ്ട്സ് നമുക്ക് ഒരിക്കലും തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് അത്രയും കാലയളവിന് ശേഷമാണ് നമ്മൾ സെയിം സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഫോളോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ 11ാമത്തെ കോൺസെപ്റ്റ് ആണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പ്രകാരം പറയുകയാണെങ്കിൽ, the concept of conservatism requires that profits should not be recorded until realized, but all losses, even those which have a remote possibility, are to be provided for the books of account. കൺസർവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കുക, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ വളരെ ജാഗ്രതയോടെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പൊ നമ്മുടെ വരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻകംസ്, പ്രോഫിറ്റ്സ്, ഓക്കെ, ഇൻകംസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ലോസസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ലോസസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് അതിന്റെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ നമ്മളത് എന്നാണ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ പേ ചെയ്യാൻ എന്ത് സാധ്യതയാണോ അത് ആ ദിവസം തന്നെ ആ ടൈമിൽ തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ആദ്യത്തത് ഇൻകംസ് ഓഫ് പ്രോഫിറ്റ്സ്. നമുക്ക് കിട്ടാനുള്ള വരുമാനം അല്ലെ, നമുക്ക് ഒരു റെന്റ് കിട്ടാനുണ്ടായിരുന്നു. റെന്റ് ഡിസംബർ മാസത്തിലോട്ടുള്ള റെന്റ് കിട്ടാനുണ്ടായിരുന്നു. അത് കിട്ടിയത് ജാനുവരിയിൽ ആണ്. അപ്പൊ നമ്മൾ ഡിസംബറിൽ റെക്കോർഡ് ചെയ്യോ ജാനുവരിയിൽ റെക്കോർഡ് ചെയ്യോ? തീർച്ചയായും അത് ഡിസംബറിൽ മാത്രമാണ് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഡിസംബറിലാണ് അത് കിട്ടേണ്ടിയിരുന്നത്. ഡിസംബറിന്റെ അക്കൗണ്ട്സിലോട്ട് വരുള്ളൂ. പിന്നെ ഇനി ലോസസ് ഓർ എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴത്തേക്കോ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഷുറൻസ് തുക പേ ചെയ്യാനുണ്ട് അല്ലെ. ഇൻഷുറൻസിന്റെ എല്ലാം നമുക്കറിയാം ആനുവലി ആണ് വരിക അതിന്റെ പേയ്മെന്റ്. ആനുവൽ എല്ലാ വർഷത്തിലും ആയിരിക്കും നമ്മൾ അതിന്റെ പേയ്മെന്റ് ചെയ്യുക. ഇൻഷുറൻസ് പ്രീമിയം ഒരു 1000 രൂപ പേ ചെയ്യാനുണ്ട്. 1000 രൂപ പേ ചെയ്യാനുണ്ട്. ഓക്കെ, 1000 രൂപ നമ്മൾ പേ ചെയ്യേണ്ടത് മാർച്ചിലാണ്. അപ്പൊ നമ്മൾ അത് ആക്ച്വലി പേ ചെയ്തത് എന്താണ്? ഏപ്രിലാണ്. ഓക്കെ, മാർച്ച് 2024 ഏപ്രിൽ 2025 വെച്ച് നമുക്ക് 24 വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ മാർച്ച് പേ ചെയ്യേണ്ട സാധനം നമ്മൾ എന്നാ പേ ചെയ്യുന്നത്? ഏപ്രിലാണ് പേ ചെയ്യുന്നത്. അപ്പൊ ഏത് അക്കൗണ്ട്സിലായിരിക്കും അത് വരിക? മാർച്ചിന്റെ അക്കൗണ്ട്സിൽ തന്നെ നമ്മൾ അതിനെ കാണിക്കണം. ബിക്കോസ് അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് എന്നാ പേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ചിൽ വരുന്ന ഒരു പേയ്മെന്റ് ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ മുൻകൂട്ടി നമുക്ക് കണ്ടിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു എക്സ്പെൻസ് 2024 വർഷത്തിൽ ഇങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ട് എന്നുള്ളത് തന്നെ കാണിക്കണം. അത് എന്ത് പേ ചെയ്തു എന്നുള്ളതല്ല. ഇനി ഇതേപോലെ ഇൻകത്തിന്റെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നമുക്ക് പറയാം. അതായത് ഇപ്പോൾ ഒരു ഡെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളെയാണ് ഡെറ്റർ എന്ന് വിളിക്കുന്നതെന്ന് അറിയാം. അപ്പൊ നമുക്ക് പൈസ തരാനുള്ള ആള് പുള്ളി ശരിക്കും പറഞ്ഞാൽ ഏപ്രിലാണ് തരേണ്ടതെന്ന് വെച്ചോ. ഏപ്രിലിൽ ഓക്കെ, പുള്ളി തരുന്നത് ആക്ച്വലി മെയിലാണ് തരുന്നത്. ഓക്കെ, അപ്പം എന്നായിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്നായിരിക്കും ഇത് കിട്ടി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്? എന്താണ്? മെയിലായിരിക്കും കാണിക്കുന്നത്. അപ്പം ഏപ്രിൽ അതിന്റെ ഡ്യൂ എന്ന് പറയുന്ന രീതിയിലും മെയിൽ അത് റിസീവ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇൻകംസിനെയും ഗെയിൻസിനെയും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ് അടുത്താണ് 12ാമത്തെ കോൺസെപ്റ്റ് ആണ് മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ആകെ മെറ്റീരിയൽ ഫാക്ട്സ് ആണ്. അതായത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ അക്കൗണ്ട്സ് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആവശ്യമുള്ള അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകൾ മാത്രം റെക്കോർഡ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അല്ലാതെ ഇൻമെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുകയാണ് നമ്മുടെ ബിസിനസ്സുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻമെറ്റീരിയൽ വളരെ തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എംപ്ലോയീസിന് ഒരു എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ അഡീഷണൽ കോഴ്സ് കൊടുക്കുകയാണ് അവർക്ക്. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് കോഴ്സിന്, അതായത് അവർ ഏത് ലെവലിലാണോ അതിനേക്കാളും കുറച്ച് ഉയർന്നു വരാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അതൊന്നും നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മെറ്റീരിയൽ കോൺസെപ്റ്റ് അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനത്തെ കോൺസെപ്റ്റുകളെ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ? ദാറ്റ് ഹാസ് ബിഗർ വാല്യൂ ഓർ മോണിറ്ററി വാല്യൂ. ബിഗർ വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്താവുള്ളൂ. ഇനി അടുത്ത 13ാമത്താണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇറ്റ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. ഒന്നെങ്കിൽ പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, അതല്ല എങ്കിൽ ഇതിന്റെ കോസ്റ്റുകൾ റിഡ്യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്, റൈറ്റ്? അപ്പൊ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫേമിന്റെ. ഈ ഒബ്ജക്റ്റീവിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തി വേണം നമ്മുടെ ട്രാൻസാക്ഷൻസിലും വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എന്താണ് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക അക്കൗണ്ടിന്റെ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ അക്കൗണ്ടിന്റെ ടേൺ അബൌട്ട്. അക്കൗണ്ടിന്റെ പ്രോപ്പർ ആയിട്ട് വരുന്ന 10 ട്രാൻസാക്ഷൻസ് വന്നു, അതിൽ 8 എണ്ണം റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്കത് പണി പാടും അല്ലേ. അപ്പം 10 ട്രാൻസാക്ഷൻസ് വന്നു, 10 എണ്ണം തന്നെ നമ്മളത് റെക്കോർഡ് ചെയ്യണം. ഇനി ഒരു 10,000 എന്ന് എഴുതുന്നതിന് പകരം ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു 0 മറന്നു പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ പ്രശ്നമായി അല്ലേ. ഇനി അടുത്ത എക്സാമ്പിൾ എന്താണ്? വേരിയസ് ബിൽസ് ആൻഡ് ഡോക്യുമെന്റ്സ്. ചില ബില്ലുകളും ചില ഡോക്യുമെന്റുകളും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. എക്സ്പെൻസസിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ 1-2 ബില്ല് മറന്നുപോയി അല്ലെങ്കിൽ പേ ചെയ്യേണ്ട കാര്യങ്ങൾ പേ ചെയ്തില്ല, ഇങ്ങനെ കിട്ടാനുണ്ടായിരുന്ന ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് മേടിച്ചില്ല, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ പ്രോഫിറ്റ്സിനെയും കോസ്റ്റുകളെയും ഒക്കെ ബാധിക്കും. ആവശ്യമില്ലാത്ത കുറേ കോസ്റ്റുകൾ വന്നു ചേരും. അതേപോലെ നമുക്ക് കിട്ടാനുണ്ടായിരുന്ന കുറെ ഇൻകംസ് ചിലപ്പം നശിച്ചു പോയിരിക്കും, കിട്ടാതെ പോയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ഓവറോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മീറ്റ് ആവാണ്ട് വരും. നമ്മുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫെയിലിയറിലോട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഓൾമോസ്റ്റ് നമ്മൾ 13 കോൺസെപ്റ്റ്സ് ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13 കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചു അല്ലെ. ഇത് ജസ്റ്റ് ഒന്നുകൂടി ഗോ ത്രൂ ചെയ്യുക, എന്താ കാര്യങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. എല്ലാത്തിന്റെ എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്, സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ്. അപ്പൊ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ 2 സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് സിംഗിൾ എൻട്രി സിസ്റ്റം, രണ്ടാമത്താണ് ഡബിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പണ്ടത്തെ കോൺസെപ്റ്റ് പ്രകാരം സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഫോളോ ചെയ്തിരുന്നു. പക്ഷേ ഇത് നമുക്ക് എന്താണ് ഈസി ടു യൂസ് ആണെങ്കിൽ പോലും ഇത് അത്ര ഒരു പ്രാക്ടിക്കൽ കോൺസെപ്റ്റ് അല്ലായിരുന്നു. നോട്ട് സോ പ്രാക്ടിക്കൽ ആയിരുന്നത്. അതായത് നമുക്ക് ഈ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഓൺലി ക്യാഷിന്റെ ഒരു വരവും പോക്കും മാത്രമായിരുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് മാത്രമല്ല ബിസിനസ്സിൽ അത് കൂടാണ്ട് വേറെ പല ട്രാൻസാക്ഷൻസും വരുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്
അക്കൗണ്ടിങ്ങിനെ നമ്മൾ റിജക്ട് ചെയ്തു. ഇന്ത്യയിൽ നമ്മൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി കോസ്റ്റ് റെക്കോർഡിംഗ് സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഓരോ ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഡ്യുവൽ എൻട്രി കോൺസെപ്റ്റ് ആണ്. ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട് ഏതൊരു ട്രാൻസാക്ഷനും. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇപ്പം എക്സാമ്പിൾ ഒന്നുകൂടി പറയാം. അതായത് ഇപ്പോൾ ഒരു കമ്മീഷൻ കിട്ടി, റിസീവ്ഡ് കമ്മീഷൻ ₹500. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ക്യാഷ് കയ്യിലോട്ട് വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 500 ടു കമ്മീഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ട്രാൻസാക്ഷൻ ഒന്നേ സംഭവിച്ചുള്ളൂ എങ്കിൽ പോലും ഇവിടെ രണ്ട് അക്കൗണ്ട്സിലാണ് ഇതിന്റെ റിഫ്ലക്ഷൻ വന്നത്, ക്യാഷ് അക്കൗണ്ടും കമ്മീഷൻ അക്കൗണ്ടും. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പേര് പോലെ തന്നെ ഇവ ചില അക്കൗണ്ടിംഗ് നോംസ് ആണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ദീസ് ആർ സർട്ടൻ ഡോക്യുമെന്റ്സ്, പോളിസി ഡോക്യുമെന്റ്, ദേ കവർ ദി ആസ്പെക്ട് ഓഫ് റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ എന്താണ് മെഷർമെന്റ്, ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സിംപ്ലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത് ചില ബെഞ്ച് മാർക്കുകളാണ്, അതായത് നമുക്ക് എങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളത് ബേസിക് റൂൾസ് ആണ്. ഇനി ഇത് ആരാണ് പുറപ്പെടുവിക്കുന്നത്, ദിസ് ഇസ് പ്രൊപ്പൗണ്ടഡ് ബൈ ICAI. നമ്മുടെ ഇന്ത്യയിൽ അറിയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഈ ഒരു നോംസ് പറഞ്ഞിരിക്കുന്നത്. അതായത് എങ്ങനെയായിരിക്കണം ഓരോ കമ്പനീസ് അവരുടെ അക്കൗണ്ട്സുകൾ ഫോളോ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇനി ഇതെന്തിനാണ്, വൈ ഡു വി നീഡ് സച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്റർഫേം കമ്പാരിസൺ നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു അല്ലേ. ഇൻട്രാഫേം കമ്പാരിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരേപോലെ തന്നെ അക്കൗണ്ട്സ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്ന രണ്ട് കമ്പനികൾ തമ്മിലാണ് നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവുന്നത്. അല്ലാത്ത നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പോൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ഫേംസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് കമ്പയറബിൾ അല്ല. അപ്പം IFRS അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് കമ്പനീസ് ആണെങ്കിൽ അവരുടെ ആ ഒരു നമുക്ക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും നമുക്ക് പോസിബിൾ ആണ് വിത്ത് ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇനി വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ 11th 12th നമ്മൾ ഈ ഒരു ലെവലിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കൂടി പഠിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ജസ്റ്റ് കോമൺ ആയിട്ട് മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അതായത് 2023 വരെ നമുക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് 28 ഉണ്ടായിരുന്നത്. 2024 ആയപ്പോഴത്തേക്കും അതിൽ കുറച്ച് അഡീഷൻസ് കൊണ്ടുവരുത്തി 40 ടോട്ടൽ നമ്പർ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്, ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോഡ് ഇൻ ഇന്ത്യ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്പർ 1 എന്ന് പറയുമ്പോൾ INDAS എന്നാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് 1 എന്ന് പറയുമ്പോൾ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുമ്പോൾ ഇൻവെന്ററീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ നമുക്കൊരു 20 എണ്ണം ഓൾറെഡി ഉണ്ടായിരുന്നു, 28 എണ്ണങ്ങൾ അതിന് ഉണ്ടായിരുന്നു. പിന്നെ കാലം അനുസരിച്ച് മുന്നോട്ട് വരുന്നതോറും ചിലതൊക്കെ അഡീഷൻസ് പുതുതായിട്ട് ആഡ് ചെയ്യും, ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഇപ്പം നിലവിൽ ആസ് ഓഫ് 2024 നമുക്ക് നിലവിൽ ഇപ്പം ടോട്ടൽ 2024 നിലവിൽ നമുക്കിപ്പോൾ ഒരു 40 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു വൈ ഡു വി നീഡ് ദിസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനും പിന്നെ അതേപോലെ എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കോമൺ ആയിട്ടിരുന്നാൽ മാത്രമാണ് അവ പ്രോപ്പർ ആയിട്ടുള്ള പ്രോഫിറ്റ്സോ ലോസസോ ഒക്കെ അതിന്റെ യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഫെയർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. ബെനിഫിറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബേസിക് തിയറിയാണ്. അപ്പം നമുക്കൊരു ജസ്റ്റ് ഒരു സ്കൂൾ ലെവലിൽ പഠിക്കാനായതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ ഇതിൽ പറയുന്നില്ല സിലബസിൽ. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം അറിഞ്ഞിരിക്കുക. ഇത് നമ്മൾ ടൈപ്സ് ഓഫ് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അപ്പം അതിൽ പഠിക്കുന്നുണ്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, സൊസൈറ്റി, ട്രസ്റ്റ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കമ്പനീസ്. അങ്ങനെ ഈ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്ന എല്ലാ കമ്പനീസിലും ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അതായത് ICAI പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്ന ഈ 40 സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യാനുള്ള ബാധ്യത അവർക്ക് ഉണ്ട്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് IFRS. ഇത് ഓൾദോ നമ്മുടെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത പോർഷൻ ആണ്, ബട്ട് സ്റ്റിൽ ജസ്റ്റ് അറിയാൻ വേണ്ടി കോമൺ ആയിട്ട് പറയാണ്. IFRS എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇന്റർനാഷണലി, അതായത് നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നതാണ് GAAP എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അതനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് 40 എണ്ണം ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്കറിയാം ഇന്ത്യൻ കമ്പനീസ് മാത്രമല്ല, നമുക്ക് ഇന്ത്യൻ കമ്പനീസ് മാത്രം കമ്പയർ ചെയ്താൽ പോരാ, നമ്മുടെ കൊളാബറേഷൻ ഇനി വിദേശത്തും കൂടി ഉണ്ടെങ്കിൽ, ഫോറിൻ കൺട്രീസും കൂടി ഉണ്ടെങ്കിൽ, നമുക്കറിയാം പല വിദേശ കമ്പനികളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ KFC അല്ലെ. അപ്പോൾ അവരുടെ സിസ്റ്റം എന്താണ്, മാച്ച് ആവണം. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഫോറിൻ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ അല്ല, നമുക്ക് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പാരിസണും ഡിസിഷൻ മേക്കിങ്ങും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫോറിൻ കൺട്രീസ് ആണെങ്കിലും ഇന്ത്യൻ സിസ്റ്റം ആണെങ്കിലും ഏത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു ആ ഒരു കൺട്രിയുടെ അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള ബാധ്യത ഉണ്ട്. അപ്പം എന്താണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക്, ദ ഹോൾ വേൾഡ് ഇസ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ്. ഗ്ലോബലൈസേഷനിൽ എല്ലാ രാജ്യങ്ങളും ഒരു സിംഗിൾ മാർക്കറ്റ് ആയിട്ട്, അതായത് ഏത് രാജ്യമാണെന്നുള്ളതില്ല, നമുക്കിപ്പോൾ ഒരു ക്ലിക്ക് ചെയ്താൽ വേറെ രാജ്യത്തിൽ ഇരിക്കുന്ന ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെഞ്ചുറിയിൽ നമ്മൾ റൺ ചെയ്യുന്ന കാലത്ത് നമുക്ക് ഒരിക്കലും ഇന്ത്യയുടെ അക്കൗണ്ടിംഗ് സിസ്റ്റം മാത്രം വെച്ചുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സൊല്യൂഷൻ വന്നത് IFRS, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. അപ്പം ഇത് ഗ്യാപ്പിന്റെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു വേർഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ വേർഷൻ ആണെങ്കിൽ IFRS എന്ന് പറയുമ്പോഴത്തേക്കും ഫോറിൻ അല്ലെങ്കിൽ എല്ലാ കൺട്രീസിനും കൂടി ആപ്ലിക്കബിൾ ആവുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GST പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം ആണ്. ഇതിന്റെ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വൺ കൺട്രി വൺ ടാക്സ്, അതായത് ഒരു രാജ്യം ഒരു ടാക്സ് സിസ്റ്റം എന്നുള്ളതാണ് GSTയുടെ ഒരു മോട്ടോ ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ
അടുത്ത വേറെ കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇനി ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണെന്ന് പറയുമ്പോൾ എന്താ ഇതിനൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അതായത് നമ്മൾ കൊമേഴ്സുകാരാണ്, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരിക്കലും ഒരാളൊരു സാധനം മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൃഷി, ഒരു ഫാർമർ റൈസ് അല്ലെ, റൈസ് എന്ന് പറഞ്ഞ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ കയ്യിലോട്ട് അങ്ങ് തരികയല്ല ചെയ്യുന്നത് അല്ലെ, കസ്റ്റമറിന്റെ അടുത്തോട്ട് നമ്മുടെ നേരെ കയ്യിലോട്ട് ഇങ്ങോട്ട് കൊണ്ടു തരുവാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അപ്പം അവിടെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ പല ഇന്റർമീഡിയറീസ് ഉണ്ട്. മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തി അതൊരു 2 രൂപയ്ക്കായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കും? പല ആൾക്കാരുണ്ട്. എന്തൊക്കെയുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ, ഈ സാധനങ്ങൾ പ്രോപ്പറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നോ? ഇല്ല. അതിന് നമുക്ക് ചില റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ആദ്യം എന്താണ് ഹോൾസെയിലേഴ്സിന്റെ അടുത്തോട്ടായിരിക്കും നമ്മൾ എത്തിക്കുന്നത്. ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് റീറ്റെയിലേഴ്സ് അതിനെ കൈവാങ്ങുന്നു. ഇത് കൂടാണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. ഇത് കൂടാണ്ട് പല ആൾക്കാരും ഉണ്ട് കേട്ടോ. റീറ്റെയിലേഴ്സ് ഉണ്ട്. ഇനി റീറ്റെയിലേഴ്സ് അവരുടെ മാർജിൻ കഴിച്ചിട്ടായിരിക്കും അവർ പിന്നെ എന്ത് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് സാധനം എത്തിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സ് 2 രൂപയ്ക്കാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഈ ഇന്റർമീഡിയറീസിന്റെ കൈ കൂടെ വന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ്ലി 2 രൂപ വിലയുള്ള ഒരു സാധനം കസ്റ്റമറിന്റെ കൈ കിട്ടുന്നത് ചിലപ്പം ഒരു 2 പൂജ്യവും കൂടി കൈ കിട്ടിയിട്ടായിരിക്കും അല്ലെ. അതായത് ഇരട്ടിയുടെ ഇരട്ടി വിലയായിരിക്കും ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ചാർജ് ചെയ്യുന്നത്. 2 രൂപ എന്നുള്ളതിന് പകരം അതിന്റെ എത്രയോ മൾട്ടിപ്പിൾസ് ആണ് കസ്റ്റമർ മേടിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പൊതുവേ നമ്മുടെ രീതിയിൽ നമ്മുടെ ആ ഒരു സിസ്റ്റം പോകുന്നത്. നമ്മുടെ മാനുഫാക്ചർ ടു കസ്റ്റമർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് കൈമാറപ്പെടുന്നത് അങ്ങനെയാണ് പൊതുവേ. അപ്പൊ നമ്മുടെ GST എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഓരോ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അപ്പൊ ഈ ഓരോ ലെവലിലും എന്താണ് GST ചാർജ് ചെയ്യപ്പെടുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ GST പറ്റി അറിയേണ്ട മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത് 1 ജൂലൈ 2017 ആയിരുന്നു. 1 ജൂലൈ 2017 GST ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമേ ഇനി ഇന്ത്യയാണോ ആദ്യമായിട്ട് GST ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല. ഏറ്റവും ആദ്യമേ വേൾഡിൽ ആദ്യമേ തന്നെ GST ഇംപ്ലിമെന്റ് ചെയ്തത് 1954 ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫ്രാൻസ് ആണ് ആദ്യമേ എന്ത് ചെയ്തത്? GST ഇംപ്ലിമെന്റ് ചെയ്തത് 1954. അതും 4 സ്ലാബ് റേറ്റ്സോടെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 4 സ്ലാബ് റേറ്റ്. പിന്നെ ഇപ്പൊ ടോട്ടൽ എന്താണ്? 160 കൺട്രീസ് ആണ് GSTയുടെ ആ ഒരു റെജീമിലോട്ട് അല്ലെങ്കിൽ GSTയുടെ സിസ്റ്റമിലോട്ട് മാറിയിരിക്കുന്നത്. ഇന്ത്യ ഫോളോ ചെയ്ത് എന്താണ്? 1 ജൂലൈ 2017 മനസ്സിലാക്കുക. അപ്പം നമ്മൾ ജസ്റ്റ് ഷോർട്ട് കട്ട് മനസ്സിലാക്കുക. 1 ജൂലൈ എന്ന് പറയുമ്പോൾ 1/7/2017 ആണ്. ഓക്കെ, 1 7 2017 1 7. അപ്പൊ എങ്ങനെയും ഷോർട്ട് കട്ട് വഴി മനസ്സിലാക്കുക. ഇത് നമുക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒക്കെ ചോദിക്കുന്ന കോമൺ ക്വസ്റ്റൻ ആണ് GST പറ്റി. ഓക്കെ, ഇനി വേറെ കാര്യം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ GSTക്ക് നമ്മൾ പറയുന്നത് 5 സ്ലാബ് റേറ്റ്സ് ആണ് ഉള്ളത്. ഇനി ഏതൊക്കെയാണ്? ഒന്നാമത്തെ 0%, 5%, 12%, 28% ആൻഡ് 18%. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം. അപ്പം നമുക്കറിയാം GSTയിൽ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് GST എന്ന് പറയുമ്പോൾ ഇതൊരു കോമൺ സിസ്റ്റം അല്ല. ഇതിനകത്ത് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് സ്റ്റേറ്റ് GST SGST എന്ന് പറയും. അടുത്തത് സെൻട്രൽ GST എന്ന് പറയും. അപ്പൊ നമ്മളൊരു ഗുഡ്സ് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പേ ചെയ്യാനുള്ള ബാധ്യത ഒരു ഇന്ത്യൻ കസ്റ്റമർക്ക് ഉണ്ട്. എന്തൊക്കെയാണ്? SGSTയും CGSTയും. സ്റ്റേറ്റ് GST എന്ന് പറയുമ്പോഴത്തേക്കും അത് ചാർജ് ചെയ്യുന്നത് അതായത് സ്റ്റേറ്റുകളാണ്. ഇനി സെൻട്രൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന GST ആണ് സെൻട്രൽ GST. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് സ്ലാബ് റേറ്റ് 0 തൊട്ട് ഈ 28 വരെ റേഞ്ച് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, 0 തൊട്ട് 28 വരെ. അപ്പം 0% എന്ന് പറയുന്നത് എന്ത് ഗുഡ്സ് ആയിരിക്കാം? വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് ആണ് ഈ 0% GSTയിൽ കവറപ്പ് ആവുന്നത്. എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ മെഡിസിൻസ്, അങ്ങനത്തെ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഇതെല്ലാം 0% GSTയിലാണ് വരിക. ഇനി മുന്നോട്ട് പോകും തോറും 28% എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ GST സ്ലാബ് ആണ് അല്ലെ. ഇനി അത് എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആയിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു സൊസൈറ്റിക്ക് ഹാനികരമായിട്ടുള്ള ഗുഡ്സ്, ഹാംഫുൾ ആയിട്ടുള്ള ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ ലിക്കർ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ബീഡി, സിഗരറ്റ്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇതെല്ലാം, പിന്നെ ഈവൻ നമ്മുടെ ഫുഡ് കളേഴ്സ്, ഇതെല്ലാ സാധനങ്ങളൊക്കെ എന്താണ്? ഈ ഒരു സ്ലാബ് റേറ്റിലായിരിക്കും വരിക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ GST എന്ന് പറയുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് 0% ചാർജ് ചെയ്യുന്നത്. ഇനി യൂസ് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസ് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഹൈ GST സ്ലാബ് റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇനി സ്ലാബ് റേറ്റുകളെ പറ്റി നമുക്ക് മനസ്സിലായി. ഇനി നോക്കിക്കേ, നമുക്ക് 5% GST ഒരു പ്രോഡക്റ്റിന് മേളിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ ഈ 5% എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ സ്റ്റേറ്റ് SGST ഉണ്ട്, CGST ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. SGST അപ്പൊ എത്രയായിരിക്കും? ഇതിനെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഈക്വലി ഡിവൈഡ് ചെയ്യുക. പകുതി സ്റ്റേറ്റിനും പകുതി സെൻട്രൽ ഗവൺമെന്റിനും. അതായത് 2.5 എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ പോക്കറ്റിലോട്ടും പോകും, 2.5% എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പോക്കറ്റിലോട്ടും പോകും. ഇനി വേറെ ഒരു ഗുഡ്സ് ആണെങ്കിലോ, ഇപ്പം ഗുഡ്സ് നമ്പർ 2 വേറെ എന്തെങ്കിലും ഒരു ഗുഡ്സിനെ പറ്റി നമുക്ക് എടുക്കാം. ഇനി 18% GST ആണ് അതിന്റെ മേളിൽ നമ്മൾ അടയ്ക്കുന്നത് എങ്കിൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എത്ര പോകും? സ്റ്റേറ്റ് ഗവൺമെന്റ് 9%. ഇനി സെൻട്രൽ ഗവൺമെന്റ് എത്ര വരും? 9% GST ചാർജ് ചെയ്യും. ഇതുപോലെയാണ് GSTയുടെ കാൽക്കുലേഷൻ പോകുന്നത്. അതായത് നമ്മൾ ഈ സ്ലാബ് റേറ്റുകൾ എപ്പോഴും ഓർക്കുക, അത് 5 സ്ലാബ് റേറ്റുകളാണ് ഉള്ളത്. ഇത് കൂടാണ്ട് വേറെ കോൺസെപ്റ്റ് ഉണ്ട്, അതാണ് IGST. IGST എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ബിലോങ്സ് ടു ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി ഇത് എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനാണ് IGST ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് എങ്ങനെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾ ഇപ്പൊ എല്ലാം നമുക്കറിയാലോ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് അല്ലെ. അപ്പൊ കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾ ഇപ്പൊ ഡൽഹിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാണ്? ഗുഡ്സ് സെല് ചെയ്യുവാണ്. ഓക്കെ, ഗുഡ്സ് നമ്മൾ സെല് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തൊക്കെ GST ആപ്ലിക്കബിൾ ആയിരിക്കും? IGST ആയിരിക്കും അവിടെ ആപ്ലിക്കബിൾ ആവും. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി ഇവിടെ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം. നമ്മൾ
ഓക്കെ, സമ്മറൈസ് ചെയ്യാം. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറി. അപ്പം ഏറ്റവും ആദ്യമേ നമ്മൾ കണ്ടായിരുന്നു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ നമ്മൾ കണ്ടായിരുന്നു. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ ഗ്യാപ്പിന്റെ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ അക്കൗണ്ടിംഗ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് കണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൽ കോൺസെപ്റ്റ്സിൽ തന്നെ പലതും കണ്ടു. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, പിന്നെ അതേപോലെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ ഒരു 13 കോൺസെപ്റ്റുകളെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു, അക്കൗണ്ടിംഗ് ഇക്വേഷൻ നമുക്ക് ALC എപ്പോഴും ഓർത്തിരിക്കുക, A = L+C. ഇത് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ കണ്ടായിരുന്നു അതായത് എന്താണ് IFRS, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് IFRS എന്താണെന്ന് പഠിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചു GST, റീസെന്റ് ഇംപ്ലിമെന്റ് ചെയ്താണ് നമുക്ക് വേണം പറയാം. GST എന്ന് പറഞ്ഞ ടാക്സ് റെജീമിനെ പറ്റി നമ്മൾ കണ്ടു. ഇനി ഈ ഒരു തിയറി ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതാണ്. ഇനി ഇതിന്റെ ലാസ്റ്റിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം. താങ്ക് യു.